കയ്യിലിരിക്കുന്ന ഈ സാധനം എന്താണെന്നറിയോ? ഇതാണ് ആറ്റം. നിങ്ങൾ കൊച്ചുനാൾ മുതലേ ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടുള്ളൊരു സംഭവമായിരിക്കും ഈ ആറ്റം എന്ന് പറയുന്നത്. എന്താണ് ആറ്റം? ഈ ലോകത്തുള്ള എല്ലാ സംഭവങ്ങളും നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും അടിസ്ഥാന കണികയാണ് ആറ്റം എന്നൊക്കെ നമുക്ക് സയന്റിഫിക് ഭാഷയിൽ പറയാം. പക്ഷെ ഈ ആറ്റത്തിനകത്ത് എന്താണ്, അതിനകത്ത് എന്തൊക്കെ ഇരിക്കുന്നു, ഏത് ചാർജ്, ആര് കണ്ടുപിടിച്ചു, ഇതൊക്കെ നമുക്ക് തലവേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കൊന്ന് പഠിച്ചാലോ? അപ്പൊ ഈ ആറ്റത്തിന്റെ ഉള്ളിൽ നമുക്കൊന്ന് പോയിട്ട് വരാം, എന്തൊക്കെയാണ് ഇതിലുള്ളതെന്ന് പറയാം. അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ആറ്റം എന്ന് പറയുന്നത് സംഗതി ഇന്ത്യക്കാരനൊന്നും അല്ല, അങ്ങ് ഗ്രീക്കിൽ നിന്ന് വന്നതാണ്. ഗ്രീക്ക് ഭാഷയിലാണ് ഈ ആറ്റം എന്ന് പറയുന്ന വാക്കിന്റെ ഉറവിടം. ആറ്റമോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഈ ആറ്റം എന്ന് പറയുന്ന വാക്കുണ്ടായിട്ടുള്ളത്. വിഭജിക്കാൻ കഴിയാത്തത് അഥവാ ഇൻഡിവിസിബിൾ എന്നാണ് ഈ ആറ്റമോസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അതായത് ആറ്റം അല്ലെങ്കിൽ ആറ്റത്തിന്റെ തിയറി ഒക്കെ കണ്ടുപിടിച്ച നമ്മുടെ ഡാൾട്ടൺ ചേട്ടൻ ഉണ്ടല്ലോ, കക്ഷി പറഞ്ഞു വെച്ചത് ആറ്റത്തെ വിഭജിക്കാൻ പറ്റില്ല, ആറ്റം അത്ര മാത്രമേ ഉള്ളൂ, അതിനുള്ളിൽ ഇനിയൊന്നും ഇല്ല എന്നാണ്. പക്ഷേ പിന്നീട് വന്ന വേറെ കുറെ സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ചു ആറ്റത്തിനകത്ത് വേറെയും കുറെ ആളുകളുണ്ട്. അന്ന് തുടങ്ങിയതാണ് നമ്മുടെ കഷ്ടകാലം, ഇതിന്റെ ഉള്ളറകളിലേക്കുള്ള പോക്ക് എന്ന് പറയുന്നത്. നമുക്കൊന്ന് നോക്കാം ഈ ആറ്റത്തിനകത്ത് ആരൊക്കെയാ ഉള്ളതെന്ന്. നമ്മളിപ്പോ ആറ്റത്തിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ കാണുന്നില്ലേ ഇവിടെ കുറെ ആളുകൾ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് കളിക്കുന്നത്? ഇവരാരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ, ഈ ആറ്റത്തിന് ഒരു സെന്റർ ഉണ്ട്, നല്ല ഉരുണ്ടിട്ടൊരു ഭാഗം. ഈ സെന്ററിനെ നമ്മൾ ന്യൂക്ലിയസ് എന്നാണ് വിളിക്കുന്നത്. ഈ ന്യൂക്ലിയസിനകത്ത് 2 ആളുകൾ ഇരിപ്പുണ്ട്. ഇവരെ 2 പേരെയും കൂടെ ചേർത്തിട്ട് നമ്മൾ ന്യൂക്ലിയോണുകൾ എന്ന് പറയും. ഈ 2 പേര് ആരൊക്കെയാണെന്നറിയോ? ഒന്ന് പ്രോട്ടോണും ഒന്ന് ന്യൂട്രോണും. ഈ പ്രോട്ടോണിന് ഒരു പാപ്പാപ്രാസം ഉണ്ട്. എന്താന്ന് വെച്ചാലേ, പ്രോട്ടോണിന് ഒരു ചാർജ് ഉണ്ട്. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവാ. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്, എളുപ്പമല്ലേ? ഇനി ന്യൂട്രോൺ ആണെങ്കിലോ, അതിനും ഉണ്ട് ഒരു പ്രാസം. ന്യൂട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രൽ ചാർജ് ഉള്ള ആളാണ്, അതായത് അയാൾക്ക് ചാർജ് ഇല്ല. അപ്പൊ ന്യൂട്രോണിന് ചാർജ് ഇല്ല, പ്രോട്ടോണിന് ചാർജ് ഉണ്ട്. എന്ത് ചാർജ്? പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഇവരെ 2 പേരെയും കൂടെ ചേർത്തിട്ട് നമ്മൾ ന്യൂക്ലിയോൺസ് എന്നാ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. ഒരാറ്റത്തിന്റെ കൂടുതൽ ഭാരവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് അറിയുമോ? ഈ ന്യൂക്ലിയസിലാണ്. അതായത് ആറ്റത്തിലെ മറ്റ് കണികകളെ അപേക്ഷിച്ച് 2000 മടങ്ങ് ഹെവിയർ ആണ് നമ്മുടെ ഈ പറയുന്ന ന്യൂക്ലിയോണുകൾ. ഈ ന്യൂട്രോണും പ്രോട്ടോണും കൂടെ ചേരുന്ന ഭാഗം എന്ന് പറയുന്നത്. അവരെവിടെ ഇരിക്കുന്നത്? സെന്ററിലാണ് അല്ലെങ്കിൽ ന്യൂക്ലിയസിലാണ് ഇരിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഈ ന്യൂക്ലിയസിന്റെ ചുറ്റിനും കുറച്ച് ആൾക്കാർ കറങ്ങി കളിക്കുന്നുണ്ട് അല്ലേ? ഇവരെ നമ്മൾ എന്താ വിളിക്കുന്നത് അറിയുമോ? ഇവരെയാണ് നമ്മൾ ഇലക്ട്രോണുകൾ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കും? ഇലക്ട്രോണുകൾ എന്ന് വിളിക്കും. നമ്മൾ ഇലക്ട്രിസിറ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അതുമായിട്ട് നല്ല ബന്ധം ഇവർക്കുണ്ട്. പിന്നീട് വന്ന ആൾക്കാരൊക്കെ കണ്ടുപിടിച്ചതാണ് ഈ ഇലക്ട്രോണുകൾ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ ഇലക്ട്രിസിറ്റി അഥവാ കറണ്ട് ഉണ്ടാകുന്നതെന്ന്. അപ്പോൾ ഇലക്ട്രോണുകൾക്കും ഒരു ചാർജ് ഉണ്ട്. ഇലക്ട്രോണുകളുടെ ചാർജ് എന്താ? ഇവർ പൊതുവെ ഇത്തിരി നെഗറ്റീവ് സ്വഭാവക്കാരാണെന്ന്. ഇവരുടെ ചാർജ് നെഗറ്റീവ് ആണ്. ഇലക്ട്രോണുകൾക്ക് എന്താ ചാർജ്? നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ നിങ്ങൾ ഇപ്പൊ കാണുന്ന ഈ ആറ്റത്തിന്റെ ഈ മോഡൽ ഉണ്ടല്ലോ, നടുക്ക് നമ്മുടെ സെന്ററിലായിട്ട് ന്യൂക്ലിയസ് ആണ്, ചുറ്റും വരുന്ന ഇലക്ട്രോൺസ് ഉണ്ട്. ഇവരിങ്ങനെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പാത്തിലൂടെ ഇങ്ങനെ കറങ്ങി കളിക്കുന്നു. ഇത് കാണുമ്പോൾ നമുക്ക് എന്ത് ഓർമ്മ വരുന്നേ? നമ്മൾ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിച്ച സോളാർ സിസ്റ്റം ഓർമ്മ വരുന്നത്. അതായത് ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു സോളാർ സിസ്റ്റത്തെ റിസംബിൾ ചെയ്യുന്നു, അതിനെ അതേപടി അനുസ്മരിപ്പിക്കുന്നു എന്നാണ് സാധാരണ പറയാറുള്ളത്. നമുക്കറിയാലോ സോളാർ സിസ്റ്റത്തിൽ എന്താ ഉള്ളത്? നടുക്ക് സൂര്യനുണ്ട്, ചുറ്റും ഫിക്സഡ് ആയിട്ടുള്ള ഓർബിറ്റുകളിൽ ഗ്രഹങ്ങൾ ഇങ്ങനെ ചുറ്റി കറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ആറ്റത്തിലും. നടുക്ക് ന്യൂക്ലിയസ് ഉണ്ട്, അതിന്റെ ചുറ്റിനും എന്തുണ്ട്? ഇലക്ട്രോണുകൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോ ഈ ഒരു ഐഡിയ കൊണ്ടുവന്നത് ആരാണെന്നറിയോ? ഇത് ഞാൻ പറഞ്ഞു വെച്ചൊന്നുമല്ല, പണ്ടേ റൂദർഫോർഡ് പറഞ്ഞു വെച്ചതാണ്. ഇനി അതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏണസ്റ്റ് റൂദർഫോർഡേ. ഇദ്ദേഹമാണെങ്കിൽ ഒരു ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് നടത്തി. അതായത് ആൽഫ കിരണങ്ങളെ ഗോൾഡ് ഫോയിലിൽ സ്കാറ്റർ ചെയ്യിപ്പിച്ചിട്ട് ഒരു പരീക്ഷണം ഇദ്ദേഹം നടത്തി. ഇദ്ദേഹം ഈ പരീക്ഷണത്തിന്റെ ഒടുവിൽ കണ്ടുപിടിച്ചു, ഈ ആറ്റത്തിന്റെ ഭൂരിഭാഗം, ആറ്റത്തിന്റെ ഉൾവശം ഉണ്ടല്ലോ, ആറ്റത്തിന്റെ ഉൾവശത്ത് ഭൂരിഭാഗം സ്ഥലവും എംപ്റ്റി ആണ്, ശൂന്യമായിട്ട് കിടക്കുന്നതാണെന്നും അതില് പോസിറ്റീവ് ചാർജ് ഏറ്റവും കൂടുതലായിട്ട് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന, അതായത് കൂടിച്ചേർന്നിരിക്കുന്ന ഒരു ഭാഗം ഉണ്ടെന്നും, അതാണ് ന്യൂക്ലിയസ്, നമ്മൾ നേരത്തെ പറഞ്ഞ കേന്ദ്രം ഉണ്ടല്ലോ അതെന്നും, അതിന്റെ ചുറ്റുപാടും അവിടെ ആയിട്ട് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കണികകൾ ഉണ്ടെന്നും കണ്ടെത്തി. ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചേ? ഇലക്ട്രോൺ എന്ന് വിളിച്ചേ. അപ്പൊ നിങ്ങൾക്കൊരു സംശയം വരും, ഈ റൂദർഫോർഡ് ആണോ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണെന്ന് പറഞ്ഞത്? അല്ല, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണെന്ന് പറഞ്ഞത് നമ്മുടെ ജെ തോംസൺ ആണ്. ഈ പുള്ളിക്കാരനെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ആറ്റം ഒരു പ്ലം കേക്കിനെ പോലെയാണെന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു. അതാണ് ജെ തോംസൺ. അതായത് ആറ്റത്തെ കുറിച്ചുള്ള ആദ്യത്തെ മോഡൽ മുമ്പോട്ട് വെച്ച ആളാണ് നമ്മുടെ ജെ തോംസൺ. അദ്ദേഹം പറഞ്ഞത് ആറ്റം ഒരു പ്ലം പുഡിങ്ങിനെ പോലെയാണ്. അതായത് നമ്മുടെ പ്ലം കേക്കിന്റെ മുകളിൽ അവിടെ ആയിട്ട് കറുത്ത മുന്തിരി ഇരിപ്പില്ലേ, അതുപോലെയാണ് ആറ്റത്തിലെ ഭൂരിഭാഗം സ്ഥലങ്ങളും ശൂന്യമാണെന്നും അതിൽ അവിടെ ആയിട്ട് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള
നെഗറ്റീവ് ചാർജ് ഉള്ള കണങ്ങൾ ഉള്ളതായിട്ടും പറഞ്ഞത്. ഈ നെഗറ്റീവ് ചാർജ് ഉള്ള കണങ്ങളെയാണ് നമ്മുടെ തോംസൺ എന്ത് വിളിച്ചത്? ഇലക്ട്രോൺ എന്ന് വിളിച്ചത്. ആ ഇലക്ട്രോണിനെ അതേപടി നമ്മുടെ റൂദർഫോർഡ് എടുത്തു വെച്ചിട്ട് പറഞ്ഞു, അയാൾ എവിടെ ഇരിക്കുകയാണ്? ന്യൂക്ലിയസിന്റെ ചുറ്റും അവിടെ ആയിട്ട് കിടന്ന് കറങ്ങുകയാണെന്ന് പറഞ്ഞു. നമ്മുടെ റൂദർഫോർഡിന് പക്ഷെ ഇവിടെ ചെറിയൊരു അബദ്ധം പറ്റി. അതായത് നമുക്കറിയാം, ഈ ചലിക്കുന്ന സാധനങ്ങൾക്കെല്ലാം എന്തുണ്ട്? ഊർജമുണ്ട് അല്ലെ? ഈ ചലിക്കുന്ന ഇലക്ട്രോണുകൾക്കൊപ്പം എന്ത് വരണം? ഒരു എനർജി വരണം. അപ്പൊ ഇവരുടെ എനർജിയെ കുറിച്ചോ നമ്മുടെ ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്ഥിരതയെ കുറിച്ചോ ഒന്നും ആര് പറഞ്ഞില്ല? നമ്മുടെ റൂദർഫോർഡ് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ എന്തായിപ്പോയി? ആറ്റം നശിച്ചുപോയി. അതായത് ആറ്റത്തിന്റെ സ്ഥിരതയെ പറ്റി പറഞ്ഞില്ല. നമ്മുടെ റൂദർഫോർഡ് പറഞ്ഞ രീതിയിൽ നോക്കുകയാണെങ്കിൽ ആറ്റം എന്ത് പറ്റും? പെട്ടെന്ന് തന്നെ ഇലക്ട്രോണുകൾ പരസ്പരം കൂട്ടിയിടിച്ചിട്ട് നശിച്ചു പോകുന്ന അവസ്ഥയിലെത്തി. അപ്പൊ അവിടെയും കുറെ ന്യൂനതകൾ വരാൻ തുടങ്ങി. അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മെയിൻ താരത്തിന്റെ എൻട്രി. നീൽസ് ബോർ എന്ന് പറയുന്ന ആള്. ബോർ കണ്ടുപിടിച്ച ആറ്റത്തിന്റെ മോഡലാണ് ഇന്നും നമ്മൾ ഫോളോ ചെയ്തു പോരുന്നത്. അതായത് ഈ പറഞ്ഞ റൂദർഫോർഡ് പറഞ്ഞു വെച്ച പോലെ നടുക്ക് നമുക്ക് ആരുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന്റെ ചുറ്റും ഇലക്ട്രോണുകൾ ഇങ്ങനെ പറയുന്നത് പോലെ കറങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഈ ഇലക്ട്രോണുകൾ കറങ്ങുന്നത് എവിടെയാണ്? ഫിക്സഡ് ആയിട്ടുള്ള പാത്തിലെ. എവിടെ പോലെ? നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ പോലെ. നിങ്ങൾ ആറ്റത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റത്തെ പറ്റി തന്നെ ആലോചിച്ചാൽ മതി. സോളാർ സിസ്റ്റത്തില് സൂര്യന് ചുറ്റും ഓരോരോ ഫിക്സഡ് ആയിട്ടുള്ള ഓർബിറ്റുകളിലാണ് നമ്മുടെ ഭൂമിയും ശുക്രനും ചൊവ്വയും വ്യാഴം ഒക്കെ ഇരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ആറ്റത്തിന്റെ കേസിൽ നടുക്ക് ന്യൂക്ലിയസ് ആണ്. ചുറ്റും ആരിയ്ക്കുന്നുണ്ട്? ഓരോ ഫിക്സഡ് ആയിട്ടുള്ള പാത്തുകളില്, വഴികളിലായിട്ട് ഇലക്ട്രോണുകൾ ഇരിക്കുന്നുണ്ട്. ഇനി ഈ ഇലക്ട്രോണുകൾ ഇരിക്കുന്ന ഈ പാത്തുകളെ നമ്മുടെ നീൽസ് ബോർ ഒരു പേര് കൊടുത്തു. ഒന്നല്ല, ഒന്ന് രണ്ട് പേരുകളുണ്ട്. അദ്ദേഹം ഇതിനെ വിളിച്ചത് ഷെല്ലുകളെന്നോ ഓർബിറ്റുകളെന്നോ എനർജി ലെവലുകൾ അഥവാ ഊർജ നിലകളെന്നോ ഒക്കെ നമുക്ക് ഈ പാത്തിനെ പറയാൻ പറ്റും. നമ്മുടെ ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങുന്ന ഈ പാത്തിനെ പറയാൻ പറ്റും. അപ്പോ ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ഓരോ ഇലക്ട്രോണുകൾ, ഇപ്പൊ ഒന്നാമത്തെ ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടാകും, രണ്ടാമത്തെ ഓർബിറ്റിൽ ഉണ്ടാകും, മൂന്നാമത്തെ ഓർബിറ്റിൽ ഉണ്ടാകും. ഇങ്ങനെ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ നിന്ന് അകന്നു പോകുന്തോറും ഇവരുടെ എനർജി കൂടിക്കൂടി വരും. നമ്മുടെ നീൽസ് ബോർ കണ്ടെത്തിയ ഒരു കാര്യമാണ്, ന്യൂക്ലിയസിൽ നിന്ന് അകന്നു പോകുന്തോറും നമ്മുടെ ഇലക്ട്രോണുകളുടെ ഊർജം, എനർജി എന്ത് ചെയ്തു വരും? കൂടിക്കൂടി വരും. അത് കണ്ടുപിടിക്കാനാണ് നമ്മുടെ റൂദർഫോർഡിന് കഴിയാതെ പോയത്. അപ്പോൾ ഇങ്ങനെ എനർജിയെ പറ്റിയിട്ടും ആറ്റത്തിന്റെ സ്ഥിരതയെ പറ്റിയിട്ടും ഒക്കെ ആർക്ക് പറഞ്ഞു വെക്കാൻ പറ്റി? നമ്മുടെ നീൽസ് ബോറിന് പറഞ്ഞു വെക്കാൻ പറ്റി. അതുകൊണ്ടാണ് ഇന്നും ആറ്റത്തിന്റെ ഏറ്റവും നല്ല മാതൃകയായിട്ട് നമ്മൾ എന്തിനെ കരുതുന്നത്? ബോർ ആറ്റം മോഡലിനെ നമ്മൾ കരുതുന്നത്. ഇനി ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാറ്റത്തില് ഇലക്ട്രോണുകൾക്കും പ്രോട്ടോണുകളുടെയും എണ്ണം എന്ന് പറയുന്നത് തുല്യമായിരിക്കും. ഇലക്ട്രോണിന്റെ എണ്ണവും പ്രോട്ടോണിന്റെ എണ്ണവും തുല്യമായിരിക്കും. ഈ ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും എണ്ണത്തെ നമ്മളൊരു പ്രത്യേക പേര് വിളിക്കും. ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? അറ്റോമിക നമ്പർ എന്ന് വിളിക്കും. ഇലക്ട്രോണിന്റെ എണ്ണവും പ്രോട്ടോണിന്റെ എണ്ണവും രണ്ടും കൂടെ കൂട്ടേണ്ട ആവശ്യമില്ല, രണ്ടും തുല്യമാണ്. അപ്പൊ ഈ അറ്റോമിക നമ്പർ തന്നു കഴിഞ്ഞാൽ നമുക്കൊരു ആറ്റത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാനായിട്ട് സാധിക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, അതിപ്പോ എന്താ കഥ? ഇലക്ട്രോൺ വിന്യാസം എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞ ഈ ഷെല്ലുകൾക്കകത്ത് ഓരോ ഇലക്ട്രോണിനെയും എങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ക്രമീകരണം, ഒരു എണ്ണമാണ് ഈ പറയുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എന്റെ കയ്യിൽ കാർബൺ ആറ്റം ഇരിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക. കാർബൺ ആറ്റത്തിന്റെ അറ്റോമിക നമ്പർ എത്രയാണെന്നറിയോ? അത് 6 ആണ്. അതായത് ഒരു കാർബൺ ആറ്റത്തിനകത്ത് 6 ഇലക്ട്രോണുകൾ ഉണ്ട്. നമുക്ക് ഈ 6 ഇലക്ട്രോണുകളെ എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. അതായത് നമ്മൾ ഈ ഷെല്ലുകൾക്ക് 1, 2, 3, 4 എന്നിങ്ങനെയാണ് നമ്പർ കൊടുക്കുന്നത്. അല്ലെങ്കിൽ KLMN എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇതിനെ ആൽഫബറ്റിക്കലി നമ്മൾ അതിനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്, നമ്മുടെ ഈ ഇലക്ട്രോണുകൾ ഇരിക്കുന്ന ഷെല്ലുകളെ. അപ്പോ ഓരോ ഷെല്ലിലും വെറുതെ വഴി പോകുന്ന ആളുകളൊന്നും വന്നിരിക്കുകയല്ല ചെയ്യുന്നത്. ഓരോ ഷെല്ലിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന, ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഇലക്ട്രോണുകൾക്ക് ഒരു എണ്ണമുണ്ട്. ആ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനും നമ്മുടെ നീൽസ് ബോർ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണെന്നറിയോ? 2n². 2 ഗുണം n² എന്ന് പറയും. എന്താ ഈ n എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഓരോ ഷെല്ലുകൾക്ക് നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? ഈ നമ്പറിനെയാണ് n കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് ഒന്നാമത്തെ ഷെല്ലില് എത്ര ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 × 1² 1² എത്ര? 1 തന്നെയാണ്. 2 × 1 2 വരുന്നത്. അതായത് ഒന്നാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണം 2 അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയായിരിക്കും? 2 × 2² അതായത് 8 അപ്പൊ അങ്ങനെയാണ്
2n² എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നീൽസ് ബോർ നമ്മുടെ ഓരോ ഷെല്ലിലുമുള്ള ഇലക്ട്രോണിന്റെ എണ്ണത്തെ, ഉൾക്കൊള്ളാൻ കഴിയുന്ന മാക്സിമം ഇലക്ട്രോണിന്റെ എണ്ണത്തെ അദ്ദേഹം കണ്ടുപിടിക്കുകയുണ്ടായി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാർബൺ ആറ്റത്തിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടെന്നാ പറഞ്ഞേ? 6 ഇലക്ട്രോണുകൾ ഉണ്ട്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ഒന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വരും? 2 എണ്ണത്തിനെ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. 6 എണ്ണത്തിൽ 2 എണ്ണത്തിനെ നമ്മൾ വെച്ചു. ഇനി രണ്ടാമത്തെ ഷെല്ലിൽ മാക്സിമം എത്ര പേരെ നമുക്ക് വെക്കാം? 8 പേരെ വെക്കാം. പക്ഷെ നമുക്കിനി എത്രയേ ഉള്ളൂ? കയ്യിൽ ബാക്കി 4 എണ്ണേ ഉള്ളൂ. ടോട്ടൽ 6 ആയിരുന്നു കാർബണിന് ഉണ്ടായിരുന്നത്. 2 എണ്ണത്തിനെ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ലെവലിൽ വെച്ചു. ഇനി ബാക്കി എത്രയേ ഉള്ളൂ? 4 എണ്ണേ ഉള്ളൂ. അപ്പൊ 2, 4. ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണും രണ്ടാമത്തെ ഷെല്ലിൽ 4 ഇലക്ട്രോണുമാണ് കാർബൺ ആറ്റത്തിന് ഉണ്ടാവുക. അപ്പൊ 2, 4 എന്നുള്ള രീതിയിലാണ് എന്തെഴുതുന്നത്? കാർബൺ ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസത്തെ നമ്മൾ എഴുതുന്നത്. അപ്പൊ ഇത്തരത്തില് എല്ലാ ആറ്റങ്ങളുടെയും, നമ്മുടെ പീരിയോഡിക് ടേബിളിൽ പറഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ ആറ്റങ്ങളുടെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ നമുക്ക് എഴുതാനും സാധിക്കും. കണ്ടില്ലേ? അതായത് വിഭജിക്കാൻ കഴിവില്ലാത്തത് അല്ലെങ്കിൽ കഴിയാത്തത് എന്ന് ഡാൾട്ടൺ പറഞ്ഞു വെച്ച ആറ്റത്തെ കീറി മുറിച്ച് പരിശോധിച്ച് അതിൻ്റെ ഉള്ളറകളിലേക്ക് പോയി അവിടെ ന്യൂട്രോണും പ്രോട്ടോണും ഇലക്ട്രോണും ഒക്കെ ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയുണ്ടായി. അപ്പൊ നമ്മൾ പറഞ്ഞു ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ ആണ്. പ്രോട്ടോണിനെ കണ്ടുപിടിച്ചത് ആരാ? റൂദർഫോർഡ് ആണ്. ന്യൂട്രോണിനെ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. അപ്പൊ ഇവര് 3 പേരും കൂടെ ചേർന്ന് വലിയൊരു വിപ്ലവത്തിന് തന്നെ തുടക്കം കുറിച്ച് പിന്നീട് ഇങ്ങോട്ട് വന്ന ആളുകളൊക്കെ ആറ്റത്തിന് ഓരോരോ മോഡലുകളും കണ്ടുപിടിച്ചു. ആറ്റത്തിന്റെ മോഡലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജെ തോംസണിന്റെ പ്ലം പുഡിംഗ് മോഡൽ, അല്ലെങ്കിൽ നമ്മൾ അതിനെ വാട്ടർ മെലൺ മോഡൽ എന്നും വിളിക്കാറുണ്ട്. പിന്നീടാണ് റൂദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡൽ അല്ലെങ്കിൽ സൗരയൂഥ മാതൃക. പിന്നീടാണ് നീൽസ് ബോറിന്റെ ബോർ ആറ്റം മാതൃക. ഈ ബോർ ആറ്റം മാതൃകയാണ് നമ്മൾ ഇന്നും ഉപയോഗിച്ചു വരുന്നത്, പഠിച്ചിട്ടുള്ളത്, നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആറ്റത്തിന്റെ ഉള്ളറകളെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലായില്ലേ? നമ്മൾ കാർബണിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതിയില്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഞാൻ പറയാം, നമ്മുടെ ക്ലോറിൻ ഉണ്ടല്ലോ, ക്ലോറിന്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്തു നോക്കേ. ക്ലോറിന്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് 17 ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ക്ലോറിന്റെ ഇലക്ട്രോൺ വിന്യാസം എത്രയാണെന്ന് കമന്റ് ചെയ്യുക. ഇനി ഇതുപോലെ സയൻസ് ടോപ്പിക്കുകളൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഏത് ടോപ്പിക്കാണ് വേണ്ടതെന്നുള്ളതൂടെ കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.